Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുനാളിനോടനുബന്ധിച്ച് കൊടികെട്ടാൻ കയറവേ പള്ളിമുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. വിശദമായ വാർത്തകളിലേക്ക്. തിരുനാളിനോടനുബന്ധിച്ച് കൊടികെട്ടാൻ കയറവേ പള്ളിമുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. വളകോട് പാലക്കാവ് ചിറയിൽ മനോജ് C ആണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സെന്റ് ജോർജ് മലങ്കര ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയിൽ അലങ്കാരപ്പണികൾക്കിടെ പള്ളിയുടെ മുകളിൽ നിന്നും വീണ മനോജ് ചികിത്സയിലായിരുന്നു. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഓപ്പറേഷൻ നടത്തി വിദഗ്ധ ചികിത്സ നൽകിയിരുന്നെങ്കിലും രക്ഷിക്കാനായില്ല. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. വരുന്ന 27-ാം തീയതി വരെയാണ് കേരളവും തമിഴ്നാടും സംയുക്തമായ വരയാടുകളുടെ കണക്കെടുപ്പ് നടത്തുക എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സംരക്ഷിത വനമേഖലകൾക്ക് അകത്തും പുറത്തുമുള്ള വരയാടുകളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നതിനാണ് കേരളവും തമിഴ്നാടും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ 89 സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ 176 സെൻസസ് ബ്ലോക്കുകളിലും തുടർച്ചയായി 4 ദിവസം കണക്കെടുപ്പ് നടത്തും. കണക്കെടുപ്പിനായി ക്യാമറ ട്രാപ്പുകളും ഉപയോഗിക്കും. പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെൻസസ് ടീം അംഗങ്ങൾക്ക് അതാത് ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്ത് കണക്കെടുപ്പ് പൂർത്തീകരിക്കും എന്നും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിതമായിട്ട് 50 വർഷം തികയുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ 24 മുതൽ 27 വരെയുള്ള തീയതികളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വരയാടുകളുടെ കണക്കെടുപ്പ് സമന്വയിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും സംരക്ഷണ വനമേഖലകൾക്ക് അറേബ്യയിലും ഹിമാലയത്തിലും പശ്ചിമഘട്ടത്തിലുമായി ലോകത്തിൽ തന്നെ ചുരുക്കം മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന നീലഗിരി താർ എന്ന വരയാടുകളുടെ ഏറ്റവും ആരോഗ്യപൂർണമായ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നത് മൂന്നാറിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ്
കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംരക്ഷണം ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് സംസ്ഥാന വനംവകുപ്പ് നീങ്ങുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ കെ ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. മൂന്നാർ നല്ലതണ്ണി കവലയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നയാളാണ് നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ സ്വദേശിയായ കെ ഗണേഷ് കുമാർ. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യുവതിയെ പീഡിപ്പിച്ച ഇയാൾ ഈയിടെ മറ്റൊരു യുവാവുമായി യുവതിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് നഗ്ന വീഡിയോ പ്രതിഷേധ വരന് അയച്ചുകൊടുത്തെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് യുവതിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് മൂന്നാർ SHO രാജൻ കെ അരമനിയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതി വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. സിറ്റി വിഷൻ, മൂന്നാർ. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ നിന്നും അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള 40ാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. 38 അംഗ സംഘമാണ് യാത്ര തിരിച്ചത്. ശനിയാഴ്ച രാവിലെ തീർത്ഥാടന സംഘം മല കയറും. മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള 40ാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ നിന്നുമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത്. 38 അംഗ സംഘമാണ് യാത്ര തിരിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര ശനിയാഴ്ച രാവിലെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മല കയറും. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനവും വൈദ്യസഹായവും ഉറപ്പാക്കിയ ശേഷമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത്. 2 വാഹനങ്ങൾ മെഡിക്കൽ സഹായവുമായി തീർത്ഥാടകർക്ക് ഒപ്പമുണ്ട്. രാജകുമാരി ദേവമാതാ പള്ളി അങ്കണത്തിൽ നിന്നും രൂപതാ വികാരി ജനറൽ മോർ എബ്രഹാം പുറയാറ്റിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും സഹവികാരി ഫാദർ അലക്സ് ചേന്നംകുളത്തിന്റെ സഹകാർമ്മികത്വത്തിലും ആശീർവാദ കർമ്മം നിർവഹിച്ചതിനെ തുടർന്നാണ് തീർത്ഥാടന സംഘം യാത്ര ആരംഭിച്ചത്. ദേവാലയത്തിൻ്റെ മുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. രാജകുമാരി ദേവമാതാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകങ്ങളായിട്ടുള്ള തീർത്ഥാടകർ കഴിഞ്ഞ 39 വർഷം തുടർച്ചയായിട്ട് ഇവിടെ നിന്നും കുരിശുമലയിലേക്ക്, അതായത് തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ മലയിലേക്കുള്ള തീർത്ഥാടനം അത് വലിയ പ്രാർത്ഥന ഒരുക്കത്തോടുകൂടി ത്യാഗ സന്നദ്ധതയോടുകൂടി നടത്തുന്ന വലിയ ഒരു ആത്മീയ ശുശ്രൂഷയായിട്ടാണ് എല്ലാവരും കാണുക. മച്ചിപ്ലാവ്, കുറുപ്പുംപടി പള്ളികളിൽ തങ്ങി ശനിയാഴ്ച രാവിലെ തീർത്ഥാടക സംഘം മല കയറും. രാജകുമാരി ദേവമാതാ പള്ളി സഹവികാരി ജോബി മാതാളിക്കുന്നിൽ, വട്ടപ്പാറ പള്ളി വികാരി ഫാദർ റോണി വരക്കാലായിൽ എന്നിവർ തീർത്ഥാടന യാത്രയ്ക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. രാത്രിയിൽ കള്ളത്താക്കോൽ ഉപയോഗിച്ച് വാഹനം അടിച്ചു മാറ്റുന്നത് മോഷണമല്ലെന്ന വിചിത്ര നിലപാടുമായി പോലീസ്. ഒരു വ്യക്തിയുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ വീടിന് സമീപത്തു നിന്നും രാത്രിയിൽ കള്ളത്താക്കോൽ ഉപയോഗിച്ച് മറ്റൊരാൾ കടത്തിക്കൊണ്ടു പോകുന്നത് മോഷണമല്ലെന്നാണ് പോലീസ് ഭാഷ്യം. ഒരു വ്യക്തിയുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ വീടിന് സമീപത്തു നിന്നും രാത്രിയിൽ കള്ളത്താക്കോൽ ഉപയോഗിച്ച് മറ്റൊരാൾ കടത്തിക്കൊണ്ടുപോകുന്നത് മോഷണമല്ലെന്നാണ് പോലീസ് ഭാഷ്യം. സംഭവം ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തൻപാറയിലാണ്. സംഭവത്തിലെ പരാതിക്കാരനായ ശാന്തൻപാറ പേത്തൊട്ടി നിവാസിയായ പ്രസാദ് പറയുന്നതിങ്ങനെ. ശാന്തൻപാറ ഒരു പൊതുപ്രവർത്തകനായിരുന്ന സജി എന്ന ആളെ വിളിച്ച് ശാന്തൻപാറ വെച്ച് ഒരു ഇത് കൂടുകയും അപ്പോഴും ഞാൻ പറഞ്ഞ വ്യവസ്ഥ ഇതാണ്: നിങ്ങൾക്ക് പൈസ തരാൻ ഞാൻ റെഡിയാണ്, എൻ്റെ വണ്ടിയുടെ ഫിനാൻസ് വന്ന് കൂട്ടി ഏൽപ്പിച്ചെങ്കിൽ മാത്രമാണ് ഞാൻ പൈസ തരുള്ളൂ എന്ന് അവിടെ വെച്ച് പറയും. അവർ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇറങ്ങിപ്പോയതിന് ശേഷം അന്ന് രാത്രി 11 മണിക്ക് എൻ്റെ ഡ്രൈവറുടെ വീട്ടിൽ നിന്നും റോട്ടിൽ കിടന്ന വണ്ടി മോഷണം പോവുകയാണ് ചെയ്തത്. മോഷണം പോയതിന് ഇവരാണ് കൊണ്ടുപോയതെന്നുള്ളതിന് തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുത്തു. വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, ശാന്തൻപാറ പോലീസ് സ്റ്റേഷനായ കാരണം നേരെ പരാതി എഴുതി കൊടുത്ത് അതിൻ്റെ രസീത് ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം 1-ാം പ്രതി കുഴിവേലിക്കുന്നൽ ബിജുവും 2-ാം പ്രതി ഈ ചവറ്റുകുഴിയിൽ അജി സിയുമും ആണ്.
ഇദ്ദേഹം KL 25 L 2262 എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷ 85,000 രൂപ രൊക്കം പണവും ബാക്കി തുക നിലവിലുള്ള ഫൈനാൻസിലും ഉൾപ്പെടുത്തി വാങ്ങിയിരുന്നു. ഇതിൽ 75,000 രൂപ പണമായി നൽകുകയും ബാക്കി 10,000 രൂപ വാഹനത്തിന്റെ ഇടപാടുകൾ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പ്രസാദിന്റെ പേരിലേക്ക് മാറ്റുന്ന സമയം കൊടുക്കാമെന്നും രേഖാമൂലം വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ രജിസ്ട്രേഡ് ഓണർ ഇതിനൊന്നും തയ്യാറാകാതെ വാഹനം മറ്റൊരാൾക്ക് മറിച്ചുവിറ്റതായി പറയുന്നു. ഇത് സംബന്ധിച്ച രാജാക്കാട് പോലീസിൽ പരാതിയുമായി എത്തി ഇരു കക്ഷികൾക്കും യോജിക്കാവുന്ന മാന്യവും നിയമപരവുമായ തീരുമാനമാണ് രാജാക്കാട് SHOയിൽ നിന്നുമുണ്ടായത്. എന്നാൽ ഇതൊന്നും പാലിക്കാതെ രാത്രി സമയത്ത് ഡ്രൈവറുടെ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ കള്ളത്താക്കോൽ ഉപയോഗിച്ച് കടത്തിക്കൊണ്ടു പോകുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ശാന്തൻപാറ പോലീസിൽ പരാതി നൽകിയപ്പോൾ പ്രതികൾ ചെയ്തത് മോഷണമല്ലെന്ന നിലപാടാണ് SHO സ്വീകരിച്ചതെന്നാണ് പ്രസാദ് പറയുന്നത്. നിലവിൽ പ്രസാദ് കൊടുത്ത 75,000 രൂപയുമില്ല, വാഹനവുമില്ലാത്ത സ്ഥിതിയിലായി. ഇതിനെ തുടർന്ന് പ്രസാദ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നാണ് പ്രസാദ് പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ചൊവ്വാഴ്ച രാത്രി അടിമാലി മാതാ ബാറിലുണ്ടായ കത്തിക്കുത്ത് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അടിമാലി പോലീസിന്റെ പിടിയിലായി. അടിമാലി മാവേലി പുത്തൻപുരിയിൽ MM സനലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ബുധനാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയോടെ അടിമാലി മാതാ ബാറിലുണ്ടായ കത്തിക്കുത്ത് കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണ് പിടിയിലായത്. അടിമാലി മാവേലി പുത്തൻപുരിയിൽ MM നസിലിനെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ബുധനാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത്. കത്തിക്കുത്തിൽ കഴുത്തിന് ഗുരുതരമായി മുറിവേറ്റ അടിമാലി ചാറ്റുപാറ വെള്ളാപ്പള്ളിയിൽ ശ്രീഹരി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പരിക്കേറ്റ സിനു, ഉണ്ണി, അനിൽ എന്നിവരും ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് അടിമാലി പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി അമ്പലപ്പടിക്ക് സമീപം വാഹനാപകടം. കാർ സ്കൂട്ടറിൽ വന്നിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി അമ്പലപ്പടിക്ക് സമീപം വാഹനാപകടം നടന്നത്. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികയായ അടിമാലി മഞ്ഞാങ്കാല സ്വദേശിനിക്ക് പരിക്ക് സംഭവിച്ചു. ഇവരുടെ കാലിനാണ് പരിക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ പിതാവിനും നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് സ്കൂട്ടറിൽ വന്നിടിച്ചത്. അടിമാലി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുൻ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അനുശോചന പ്രഭാഷണം നടത്തി. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയും ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയുമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മുൻ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അനുശോചന പ്രഭാഷണം നടത്തി. ഇന്നലെ കാശ്മീരിലുണ്ടായ സംഭവം ഈ രാജ്യത്തെ തികച്ചും ദുഃഖത്തിലാഴ്ച സംഭവമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുവാൻ
നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യമുണ്ട്, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരന്നവരാണ് ഇന്ത്യൻ ജനത. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷനായി. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി MA അൻസാരി, യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു, അജയ് MS, വൈശാഖ് MS, കോൺഗ്രസ് നേതാക്കളായ ജോൺസി ഐസക്, CS നാസർ, ജബ്ബാർ, KP അസി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. ആനച്ചാൽ 2-ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത്. ഹെറിറ്റേജ് സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി വേണ്ടുന്ന അവസാന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രജീഷ് കുമാർ പറഞ്ഞു. പഞ്ചായത്ത് ഒരു ടൂറിസം മേഖല ഉൾപ്പെടുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം രംഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തുള്ള ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ചരിത്രം ഇതൊക്കെ തന്നെ വരുന്ന വിനോദസഞ്ചാരികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ലോക്കൽ ഹെറിറ്റേജ് സെൻ്ററുകളുണ്ട്. ഇന്ത്യയിൽ അപൂർവമായി മാത്രമാണ്, ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഈ ലോക്കൽ ഹെറിറ്റേജ് സെൻ്റർ ഉള്ളത്. സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും തനതു ഫണ്ടും വിനിയോഗിച്ച് 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. ആനച്ചാൽ 2-ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, ആനച്ചാൽ. അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെടുകയും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്ത പ്രതി കോടതിയിൽ കീഴടങ്ങി. അടിമാലി ഓടക്ക സിറ്റി സ്വദേശി മനുവാണ് കോടതിയിൽ കീഴടങ്ങിയത്. അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് പ്രതിയെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ മാർച്ച് 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ അടിമാലി ഓടക്ക സിറ്റി സ്വദേശി മനുവും അടിമാലി 10-ാം മൈൽ സ്വദേശിയായ ജോസഫും കത്തിപ്പാറയിൽ വെച്ച് പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെട്ടു. പോലീസ് 10-ാം മൈൽ സ്വദേശി ജോസഫിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനു സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. 1 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സംഭവത്തിലാണ് ഒളിവിൽ പോയ മനു കോടതിയിൽ കീഴടങ്ങിയത്. കോടതിയിൽ കീഴടങ്ങിയ പ്രതിയെ അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. ഇയാൾ മുമ്പും വിവിധ ലഹരി കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സിറ്റി വിഷൻ, അടിമാലി. വണ്ടിപ്പെരിയാർ മത്സ്യമാംസ വ്യാപാരികൾക്ക് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി. വണ്ടിപ്പെരിയാർ, ചോറ്റുപാറ, കൈത്തോട് മാംസ വ്യാപാര കേന്ദ്രങ്ങൾ മലീമസമാക്കുന്നതിലും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മാംസ വിപണനത്തിനെതിരെയും ജനകീയ സമിതിയുടെ പരാതിയിന്മേൽ വണ്ടിപ്പെരിയാറിലെ 6ഓളം മാംസ വ്യാപാര കേന്ദ്രങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാംസ വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തര യോഗം ചേരും. പീരുമേട് താലൂക്കിലെ അനേകം കുടിവെള്ള സ്രോതസ്സുകളുടെ ഉറവിടമായ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന വണ്ടിപ്പെരിയാർ, ചോറ്റുപാറ, കൈത്തോട്ടിലേക്ക് മാംസ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും അറവ് മാലിന്യവും രക്തം, ചാണകം തുടങ്ങിയവയും ഒഴുക്കി തോട് മലീമസമാക്കുകയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള മാംസ വ്യാപാരത്തിനെതിരെയുമാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗത്തിനടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വണ്ടിപ്പെരിയാർ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും മാനദണ്ഡങ്ങൾ പാലിച്ച ശേഷം
വ്യാപാരം തുടരണമെന്ന് കാണിച്ച നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വ്യാപാരികളെ ബോധിപ്പിച്ചതായി വണ്ടിപ്പെരിയാർ CHC ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. രേഖകളും മറ്റു കാര്യങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അടിയന്തരമായിട്ട് നാളെ ഇപ്പം മാംസ വ്യാപാരം ചെയ്യുന്ന, അതായത് ഇറച്ചിക്കടകൾ ഇവിടെ നടത്തുന്ന 7ഓളം കടകൾക്കാണ് നമ്മളിപ്പോൾ നോട്ടീസ് കൊടുക്കുകയും അവരെ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് പ്രത്യേകം പറയുകയും അവരനുസരിച്ച് പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനം തുടർന്ന് എടുക്കുന്നതായിരിക്കും. എന്നാൽ നോട്ടീസ് നൽകിയിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട്. ഈ വിഷയത്തിൽ ജനകീയ സമിതി പീരുമേട് താലൂക്ക് സഭയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ധരിപ്പിക്കുകയും അടിയന്തരമായി വണ്ടിപ്പെരിയാറിലെ മാംസ വ്യാപാരികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കണമെന്നും അറിയിച്ചിട്ടുമുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള മാംസ വ്യാപാരവും സാധൂകരിച്ചുള്ള യോഗ തീരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സിറ്റി വിഷൻ, ഉപ്പുതറ. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും തേക്കടിയിൽ സൗജന്യ ബോട്ടിംഗ് ഉല്ലാസയാത്ര ഒരുക്കി സ്കൂൾ അധികൃതർ. കുട്ടികളുടെ മാനസികോല്ലാസത്തിനായി സംഘടിപ്പിച്ച ബോട്ടിംഗ് ഉല്ലാസയാത്ര പീരുമേട് AEO M രമേശ് ഉദ്ഘാടനം ചെയ്തു. പീരുമേട് SSKയുടെ കീഴിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരു ദിനം മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തേക്കടിയിൽ ഇവർക്കായി സൗജന്യ ബോട്ടിംഗ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. തേക്കടി വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ആരംഭിച്ച ബോട്ട് യാത്രയുടെ ഉദ്ഘാടനം പീരുമേട് AEO M രമേശ് നിർവഹിച്ചു. ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകനും ഓട്ടിസം സെന്ററിന്റെ മേൽനോട്ടം വഹിക്കുന്നതുമായ ST രാജ് ബോട്ടിങ്ങിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പീരുമേട് SSK ബ്ലോക്ക് കോർഡിനേറ്റർ അനീഷ് തങ്കപ്പൻ, IED ഇൻചാർജ് ആര്യ PS എന്നിവരാണ് ഉല്ലാസയാത്രയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയത്. ഓട്ടിസം സെന്റർ അധ്യാപിക ക്രിസ്റ്റീന, ഫിസിയോതെറാപ്പിസ്റ്റ് ജസ്റ്റിൻ, ആയ ഗീത, SSK സ്പെഷ്യൽ അധ്യാപകരായ ദിവ്യ M ഷെറിൻ, ദിനേഷ് കുമാർ, അനന്യ, സ്റ്റെല്ല, സൗദ, ഷെമീന തുടങ്ങിയവരും ഉല്ലാസയാത്രയിൽ പങ്കെടുത്തു. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ പഠന മികവിനും മാനസികോല്ലാസത്തിനും മറ്റു കുട്ടികളെപ്പോലെ തന്നെ ഇവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പ്രവർത്തിക്കുന്നതിനുമായി നിരവധിയായ പ്രവർത്തനങ്ങളാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ ST രാജിന്റെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി നടത്തിവരുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുനാളിനോടനുബന്ധിച്ച് കൊടികെട്ടാൻ കയറവേ പള്ളിമുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ച 50 വർഷം തികയുന്നതിന്റെ ഭാഗമായി വിപുലമായ വരയാടുകളുടെ കണക്കെടുപ്പിന് തയ്യാറെടുത്ത വനം വകുപ്പ്. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.